ശക്തിപ്പെടുത്തണമേ കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി ത്യാഗവും പീഡനവും അനുഭവിക്കുന്ന ഞങ്ങളുടെ വൈദികരെ ശക്തിപ്പെടുത്തണമേ കർത്താവേ. നിന്റെ കൃപയും അനുഗ്രഹവും വർഷിക്കണമേ കർത്താവേ. എല്ലാ ബലഹീനതകളിൽ നിന്നും അവരെ ഉയർത്തണമേ കർത്താവേ. അവരുടെ മനസ്സിനെ തളർന്നു കിടക്കുന്ന മനസ്സിനെ ശക്തിപ്പെടുത്തണമേ കർത്താവേ. തിന്മയുടെ ശക്തികളിൽ നിന്ന് കർത്താവേ ഞങ്ങൾക്ക് മോചനം നൽകണമേ. ഇന്ന് ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന തിന്മയുടെ ശക്തികളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് ആരാധിക്കുക നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ അത്ഭുതയുടെ മേലുള്ള, ഞങ്ങളുടെ വൈദികരുടെ മേലുള്ള എല്ലാ തിന്മയുടെ ശക്തികളെ കർത്താവേ നീ പരിപൂർണമായിട്ടും വിടുതൽ നൽകണമേ കർത്താവേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ അത്ഭുതയെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ഈ കുടുംബത്തെ കർത്താവേ ഒന്നിപ്പിക്കണമേ കർത്താവേ. നിന്റെ കരുണ വർഷിക്കണമേ കർത്താവേ. ഞങ്ങളുടെ മേൽ കടന്നു വന്നിരിക്കുന്ന സാത്താന്റെ സകല ശക്തികളെയും തൂത്തുകയണമേ കർത്താവേ. നിന്റെ നാമത്തിന്റെ ശക്തിയും നിന്റെ നാമത്തിന്റെ അഭിഷേകവും നീ ഞങ്ങളിലേക്ക് പകരണമേ കർത്താവേ. ഞങ്ങളുടെ വൈദികരിലേക്ക് പകരണമേ കർത്താവേ. നിന്റെ കഴിവ് ഞങ്ങൾ അനുഭവിക്കുന്നു കർത്താവേ. നിന്റെ വഴിയിലൂടെ ഞങ്ങൾ നടത്തണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ജീവിതത്തിലെ ഏറ്റവും അർത്ഥപൂർണമായ ഒരു വലിയ അർപ്പണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കാൽവരിയിൽ മനുഷ്യവംശം മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി ഈശോ അർപ്പിച്ച ബലിയുടെയും അപ്പസ്തലന്മാരോടൊപ്പം അന്ത്യത്താഴവേളയിൽ അർപ്പിച്ച കൗദാശിക ബലിയുടെയും ആഘോഷമാണ് വിശുദ്ധ കുർബാന. നമുക്കറിയാം, അത് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളുവാൻ അവർ പ്രാപ്തരാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ എല്ലാവർക്കും ദൈവം മാപ്പ് നൽകട്ടെ എന്ന് കുരിശിൽ കിടന്നുകൊണ്ട് പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു നിൽക്കുന്ന സഭയിൽ നിരന്തരമായി സ്തുതിക്കാൻ മഹത്വപ്പെടുത്താൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അതെല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ ദൈവം. സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിലെയും നാഥനായ എന്നേക്കും. ശബ്ദമുയർത്തി
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 1, 14 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുൻപ് തന്നെ അവനുണ്ടായിരുന്നു. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, അച്ഛന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങളുടെ ചുറ്റുമായിട്ട് ഈ ബലിയിൽ പങ്കുചേരുന്ന നാനാജാതി മതസ്ഥരായ വിവിധ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ, വലിയ സ്നേഹത്തിൻ്റെ കണ്ണീരോടെയാണ് ഞങ്ങളെല്ലാവരും ഇന്ന് ഈ ബലിവേദിയുടെ ചുറ്റും നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളിവിടെ പ്രതീകാത്മകമായി ഒരു സമരരീതി നടത്തിയപ്പോൾ ഞങ്ങളിൽ കുറച്ചു പേരുടെ ചോരയൊക്കെ വീണ ഒരു മണ്ണിലാണ്, ജീവിതഗന്ധിയായിട്ടുള്ള മണ്ണിലാണ് ഇന്ന് വിശുദ്ധ ബലി അർപ്പിക്കുന്നത്. പവിത്രമായ ആ ഒരു ബലിയാണ് ഇവിടെ ഇന്ന് അർപ്പിക്കപ്പെടുന്നത്. ഞങ്ങളുടെ ഈ സമരത്തിൽ എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്നുവരെ യാചിച്ചിട്ടുള്ളതും പ്രാർത്ഥിച്ചിട്ടുള്ളതും. അതിനിടയിൽ അതല്ലെങ്കിൽ ഞങ്ങളെ ഏതെങ്കിലും തരത്തിൽ മർദ്ദിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത ഞങ്ങളുടെ ഈ ചുറ്റുമുള്ള സഹോദരങ്ങളായ പോലീസുകാരോട് ഞങ്ങൾക്ക് ആർക്കും ഒരു വൈരാഗ്യവുമില്ല. അല്പവേദനയെല്ലാം തോന്നിപ്പോയി എന്നുള്ളത് സത്യമാണ്. കാരണം ഉള്ളിൽ ഏറ്റവും ഒരു മുറിവുണ്ടായിരുന്നു. എങ്കിൽ പോലും ഞങ്ങളതെല്ലാം ക്ഷമിച്ചുകൊണ്ടാണ്, നിങ്ങളോടുള്ള സ്നേഹത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ ബലി അർപ്പിക്കുന്നത്. 2021 സീറോ മലബാർ സഭയിൽ വിശുദ്ധ കുർബാനയെ പ്രതിയുള്ള തർക്കങ്ങൾ ഉടലെടുത്തത്. അതിനു മുമ്പ് തർക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വിവിധ രീതികളെല്ലാം അംഗീകരിച്ചുകൊണ്ട് പരസ്പരം ഇന്ന് ഏകീകൃത കുർബാന എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള തർക്കങ്ങളിലേക്കും മറ്റുമൊക്കെ വന്നതും സഭയിൽ ഭിന്നതയുണ്ടായതും അതിൻ്റെ പേരിൽ തീവ്രവാദം പ്രചരിപ്പിക്കുന്ന ഒരുപാട് പേര് രൂപപ്പെടാൻ ഇടവന്നത്. ഇന്നിവിടെ ഒരുമിച്ച് ചേർന്ന ഈ ജനസമൂഹത്തെ ഞങ്ങൾ ആരും വിളിച്ചു ചേർത്തതല്ല, കോടികളുടെ ബാനറുകൾ മുടക്കി ഒരുമിച്ച് കൂട്ടിയതല്ല. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി പുറപ്പെട്ട ഒരു ക്രിസ്തുവിന്റെ പാരമ്പര്യമാണ്. തന്നെ ബലി അർപ്പിച്ച, തന്റെ ചോരയും നീരും ഒക്കെ പങ്കുവെച്ച് നൽകിയ ക്രിസ്തുവിന്റെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിന് ദിക്കുകളൊന്നും കാരണമായിരുന്നില്ല, കിഴക്കും പടിഞ്ഞാറും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അതെല്ലാം ക്ഷമിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും അപേക്ഷിക്കുന്നതും. ക്രിസ്തുവിന്റെ പാരമ്പര്യം ഞങ്ങൾക്ക് എന്നേക്കുമായിട്ട്, ഈ അതിരൂപതയ്ക്ക് എന്നേക്കുമായിട്ട് തരണമെന്ന് ഇത് അപേക്ഷ മാത്രമാണ്. കാരണം ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ്. പക്ഷേ അത് ആ സ്നേഹവും ആ ഇഷ്ടവും ഒക്കെ ഏതെങ്കിലും ലാത്തി കൊണ്ടോ സസ്പെൻഷൻ കൊണ്ടോ ഇല്ലാതാക്കാമെന്ന് ആരും വ്യാമോഹിക്കരുത്. ഒരിക്കൽ പോലും പോലീസിനെ വിളിക്കാത്തവരായിരുന്നു പുണ്യചരന്മാരായ നമ്മുടെ പൂർവ്വസൂരികളായ മെത്രാന്മാർ. ഇവിടെ ഉണ്ടായിരുന്ന വിശുദ്ധരായ പല മെത്രാന്മാരും ഒരിക്കൽ പോലും, ഇവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരിക്കലും പോലീസ് സേനയുടെ പവർ കൊണ്ട് നമുക്ക് വിജയിക്കണ്ട എന്ന് പറഞ്ഞവരായിരുന്നു. മറിച്ച് ഇവിടെ സമരവുമായിട്ട് വന്നവരോട്, മക്കളെ നിങ്ങൾ പ്രശ്നിക്കുന്നുണ്ടോ? രാത്രികാലം ഇവിടെ ഉറങ്ങി സമരം ചെയ്ത ആളുകളുണ്ടായിരുന്നു. അവർക്ക് അടുക്കളയിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടുവന്ന് കൊടുത്ത മെത്രാന്മാരുള്ള ഒരു ഭവനമാണിത്. അവർക്ക് കൊതുക് കഴിച്ചപ്പോൾ കൊതുക് തിരി കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ള മെത്രാന്മാരുണ്ടായിരുന്ന ഒരു സ്ഥലമാണിത്. ഇത് ആ മാതൃഭവനത്തിന്റെ ആ സൂക്ഷ്മമായ അന്തരീക്ഷം നശിക്കാനായിട്ട് ഇടവരും. ഞങ്ങൾ പല റിസ്കുകളും എടുത്തിട്ട് 21 പേർ ഇവിടെ വന്ന് കയറിയത് ഒന്നും നശിപ്പിച്ചിട്ടില്ല.
ഒരു സാധനം. ഞങ്ങളുടെ പ്രൈവസിയൊക്കെ നശിപ്പിച്ചു, തുണി മാറുന്ന ഫോട്ടോ ഒക്കെ എടുത്തിട്ടു. പക്ഷേ നമുക്ക് കാണിക്കാൻ വേറെ ഒന്നുമില്ല, നിങ്ങൾക്കുള്ളത് തന്നെ ഞങ്ങൾക്കുള്ളത് കൊണ്ട് അതിന്റെ പേരിലൊന്നും ഞങ്ങൾ വിഷമിക്കുന്നില്ല. ഞങ്ങൾ തെറ്റിച്ചെടുത്തതിന് ഞങ്ങൾക്ക് വിഷമമില്ല. കാരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന്റെ സഭയാണ്, എല്ലാവർക്കും പങ്കുവയ്ക്കുന്ന ഒരു സഭയാണ്, എല്ലാവരോടും സ്നേഹത്തോടെ നിൽക്കുന്ന ഒരു സഭയാണ്. അല്ലാണ്ട് കച്ചവടക്കാരുടെ സഭയല്ല, മറ്റുള്ളവരുടെ മാനത്തിന് വില പറയുന്നവരുടെ സഭയല്ല, തീവ്രവാദികളുടെ സഭയല്ല, സ്നേഹത്തിന്റെ സഭയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് നിങ്ങൾ എല്ലാവരോടും വന്നത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അച്ഛന്മാർ നിങ്ങളോട് പറഞ്ഞത്, അവിടെ വിളിച്ചു പറഞ്ഞത്, നമുക്ക് തള്ളി തകർക്കരുതൊന്നും, ബാരിക്കേഡുകളൊന്നും. കാരണം ഒരുപക്ഷെ നമുക്കറിയാം ഇത്രയും ജനങ്ങൾ കൂടെ എന്തും ചെയ്യാം. പക്ഷെ നമ്മൾ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയല്ല. ഉത്തരേന്ത്യയിലെ ചില ഇടങ്ങളിലൊക്കെ പള്ളികളും അൾത്താരകളും ഒക്കെ തകർക്കപ്പെടുന്നത് കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ ബസിലിക്കയിൽ അൾത്താര തകർത്തത് ഉത്തരേന്ത്യയിലുള്ള പോലെ ഏതെങ്കിലും മറ്റു മതസ്ഥരായിരുന്നില്ല. അവരൊക്കെ ചില മെത്രാന്മാരെ പ്രിയപ്പെട്ടവരായിരുന്നു, ചില വൈദികർ പ്രിയപ്പെട്ടവരായിരുന്നു. അത് ഞങ്ങളെ വിഷമിപ്പിച്ചു, വേദനിപ്പിച്ചു. കാരണം ബലിപീഠത്തെ, ക്രിസ്തുവിന്റെ ബലിപീഠത്തെ അത്രയേറെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ. ഇവിടെ ഇരിക്കുന്ന പല വൈദികരും ഉണ്ടായിരുന്നു. നമുക്കറിയാം ക്രൈസ്തവരായ നമ്മളായതുകൊണ്ട് മാത്രമാണ് അതൊരു സാമൂഹ്യ പ്രശ്നമോ മതപ്രശ്നമായി രൂപാന്തരപ്പെടാതിരുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്കറിയാം എത്ര പേർ അതിന്റെ പേരിൽ ഇവിടെ മരണമടഞ്ഞ കൊല്ലപ്പെട്ടതിനെ നിങ്ങൾക്കറിയാം. ഒരു മത തീവ്രവാദത്തിലൂടെ ശ്രമിക്കാത്തത് കൊണ്ടാണ്. അത് ആവശ്യമില്ല. ഒരാളുടെ പോലും ചോര വീഴരുത്. ഇനി ഞങ്ങളെ ആരെങ്കിലും ഒന്നിവിടെ ചോര വീണാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഒരു ജനത്തിന്റെ പോലും, ഒരാളുടെ പോലും, ഒരു അമ്മച്ചിയുടെ, ഒരു മകന്റെയോ ഒരു അപ്പന്റെയോ ചോര പോലും വീഴരുത് എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞങ്ങൾ കണ്ണീരോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അല്ലെങ്കിൽ മറ്റു മതസ്ഥരായ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റുമെല്ലാം അവഹേളനപരമായിട്ട് ആ ബലിപീഠത്തിന്റെ ചുറ്റുമൊക്കെ വിശുദ്ധ അൾത്താരേക്ക് ചവിട്ടി മരിക്കുന്നത് കണ്ടിട്ട് കണ്ണീരോടെ മാത്രം ഇരുന്നവരാണ് ഞങ്ങൾ. ആരോട് ഞങ്ങൾ അതിന്റെ പേരിൽ തീവ്രവാദം പ്രസംഗിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് എല്ലാവരോടും, പോലീസുകാരോട് ഞങ്ങൾക്ക് എല്ലാ ബഹുമാനമുണ്ട്, ഉദ്യോഗസ്ഥരോടൊക്കെ. നിങ്ങൾ വിട്ടുപോയതാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ തന്നെ നേതാക്കന്മാര് ചില ആളുകളിൽ വന്ന കൽത്തായ തീവ്രവാദത്തിന്റെ ആ ഭീകര ചിന്തകളും അതുപോലുള്ള ചില തീവ്ര ചിന്തകളുടെയൊക്കെ പിന്നിൽ, അതിനൊക്കെ അപ്പുറം ഈ അതിരൂപതയുടെ കാതലായ സ്വത്തുകളൊക്കെ വീട്ടിൽ അതിനെ ചോദ്യം ചെയ്തത്, അത് ആ ചർച്ചയാക്കും. ആ കുരിശിന്റെ ചുവട്ടില് കർത്താവിന്റെ ചുറ്റും മാതാവും മറ്റു സ്ത്രീകളും ഒക്കെ നിന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ ക്രിസ്തുവിന്റെ ചുറ്റും നമുക്ക് നിൽക്കാൻ കണ്ണീരോടെ, മുറിവേറ്റപ്പെട്ടവരുടെ ഈ സഭയിൽ നമുക്ക് നിൽക്കാം. വിജയം, ഉയർത്തെഴുന്നേൽപ്പ് നമുക്കുള്ളതാണ്. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ കുർബാനയുടെ സമാപനത്തിൽ നമ്മൾ ചൊല്ലുന്ന വളരെ അർത്ഥപൂർണമായ പ്രാർത്ഥനയുണ്ട്. സത്യത്തെയും പവിത്രീകരിക്കുന്ന തന്റെ അമൂല്യമായ ശരീരങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവർ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിതമായ ഈ ആചാരം നിന്റെ കാരുണ്യാതിരകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പൊതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ അടുത്തുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയുടെ സന്നിധിയിൽ പുതുജനകമായുധം വർദ്ധിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തെ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്തെ ആചരണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ.
അവിടുത്തെ പരിപാലന വലങ്കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, കർത്താവിന്റെ കരുണമേ സ്വസ്തി.